ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. സുമതി വളവ് കണ്ടു, ഒരു ആവറേജ് പടം. അവർക്ക് കുറെ നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള സ്കോപ്പ് ഈ പടത്തിലുണ്ടായിരുന്നു. പക്ഷെ അവരിത് വേണ്ടത്ര രീതിയിൽ ഉപയോഗിക്കാത്തതുകൊണ്ട് ഒരു ഓവറോൾ ആവറേജ് അനുഭവത്തിൽ ഒതുങ്ങേണ്ടി വന്നു. കാരണം അവർക്ക് ഇതിന്റെ കഥയുടെ ആ ഒരു സുമതി വളവ്, അതിനോടനുബന്ധിച്ചിട്ടുള്ള ഹൊറർ കൺസെപ്റ്റ് അതൊക്കെ ഡെവലപ്പ് ചെയ്ത് കോമഡി മിക്സ് ചെയ്ത് നല്ല രസത്തിൽ എൻഗേജ് ചെയ്തിട്ട് ത്രൂ ഔട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്കോപ്പും അതിനുള്ള ഒരു കാപ്പബിലിറ്റി ഉള്ള ഒരു പ്രെമിസും സ്റ്റോറി പ്ലോട്ടൊക്കെ ആയിരുന്നു. അതിന് പറ്റിയ ആൾക്കാരും ഉണ്ടായിരുന്നു, ക്രൂ ഒക്കെ സെറ്റായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ അവർ അതനുസരിച്ചുള്ള ചില നല്ല ഹൊറർ എപ്പിസോഡുകളുണ്ട്, ഡീസന്റ് കോമഡീസും ഉണ്ട്. പക്ഷെ ഇവര് മൊത്തത്തിൽ, അതായത് നമ്മൾ പടം കഴിയുമ്പോൾ മൊത്തത്തിലാണല്ലോ പറയാ, സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഹൊറർ എലമെന്റ്സിൽ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യാണ്ട് അവർ കൂടുതൽ ഫോക്കസ് ചെയ്ത് പോയത് അർജുൻ അശോകന്റെ കഥാപാത്രം ആ ഗ്രാമത്തിൽ നടക്കുന്ന യൂഷ്വൽ ക്ലീഷേ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് തികച്ചും ഒരു ഡ്രാമാറ്റിക് ആയിട്ട് പോയി. കാരണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താണ് നല്ല ഹൊറർ രംഗം വരാത്തെന്നാണ് ഞാനിങ്ങനെ സെക്കൻഡ് ഹാഫിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇവര് സെക്കൻഡ് ഹാഫിൽ അനാവശ്യമായിട്ടുള്ള സോങ് പ്ലേസ്മെന്റ് ആണ് ഏറ്റവും ഇറിറ്റേഷൻ എനിക്ക് തോന്നിയത്. പക്ഷെ അത് അലമ്പായിട്ട് അവർ എടുത്തിട്ടില്ല, അത് ഡീസെന്റ് ആയിട്ട് എടുത്തേക്കണത്. പ്രത്യേകിച്ച് ഒരു നല്ല റൊമാൻറ്റിക് സോങ് ഉണ്ട്. റൊമാൻറ്റിക് സോങ്ങിന്റെ പിക്ചറൈസേഷനും അർജുൻ അശോകിന്റെയും എന്താ പറയാ മാളവിക മനോജ് അവരുടെ അഭിനയം ഒക്കെ കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഇതില് അതിന്റെ ക്രൂ പറയുകയാണെങ്കിൽ മാളികപ്പുറത്തിന്റെ അതേ ഡയറക്ടർ, റൈറ്റർ, ഓൾമോസ്റ്റ് അതിലെ എല്ലാ ക്രൂവും എല്ലാ കാസ്റ്റ് നമ്പറും ഉണ്ട്. അഡീഷണൽ ആയിട്ട് വന്ന ആൾക്കാരാണ് അർജുൻ അശോക്, മാളവിക മനോജ്, ബാലു വർഗീസ് വരൊക്കെ. അപ്പോൾ ഈ കഥാപാത്രങ്ങൾക്കൊക്കെ എന്തെങ്കിലും കൊടുക്കണമെന്ന് ഡയറക്ടർക്ക് ഭാഷയുള്ള പോലെ അവർക്കൊക്കെ എന്തൊക്കെയോ വേണ്ടി കുറെ സീനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൊറർ എപ്പിസോഡുകൾ അത്യാവശ്യം നീറ്റായിട്ട് നല്ല മ്യൂസിക്കും ആ ഒരു ലൈറ്റിങ്ങും രാത്രിത്തെ വിഷ്വൽസും സൗണ്ട് എഫക്റ്റും, പ്രത്യേകിച്ച് സൗണ്ട് എഫക്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഡോൾബി അറ്റ്മോസിലൊക്കെ കാണുകയാണെങ്കിൽ നല്ല ഇമ്പാക്റ്റിൽ കേൾക്കാം നിങ്ങൾക്ക്. അതിനുള്ള ചില രംഗങ്ങൾ അതിലുണ്ട്. പിന്നെ ഇതില് ഇവർക്ക് കഥയാണ് ഇതിൽ കഥ പറച്ചില്, കഥയുടെ നരേഷൻ, സ്ക്രീൻ പ്ലേ, ഇതാണ് അവർക്ക് പാളിച്ചു വന്നിരുന്നത്. മറ്റേതൊക്കെ ഒരു ഇത് ഓക്കെയാണ്, ഞാൻ പറഞ്ഞില്ല, ആക്ടിങ് ആണെങ്കിലും ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും ഓക്കെയാണ്, അവർക്ക് സൂട്ടാണ്, കുഴപ്പമില്ല. പക്ഷെ ഓവറോൾ പ്രൊഡക്റ്റിൽ വീക്കായി പോയത് ഈ അൺനെസസറി ആയിട്ടുള്ള സോങ് പ്ലേസ്മെന്റ്, പിന്നെ എന്താ പറയാ ഹൊറർ ഏതാണ്ട് സെക്കൻഡ് ഹാഫില് ക്യാമിയ റോള് പോലെ. പിന്നെ എന്താ പറയാ ഹൊറർ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്നോ ചെറിയൊരു സീൻ കാണിച്ച് അവസാനം ഒരു സംഭവം കാണിച്ച് നിർത്തുന്നു. ഓവറോൾ പ്രൊഡക്റ്റ് ഒരു ആവറേജ് ടു ഡീസെന്റ്, അത്രയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷെ ഇത് ഫാമിലീസിനും ചിലപ്പോൾ ഇതൊക്കെ വെറുതെ കണ്ടിരിക്കാൻ, ഒരു ടൈം പാസ് ആയിട്ട് കണ്ടിരിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരാം. കാരണം എന്നെ തിയേറ്ററിൽ കാണുമ്പോൾ ഇഷ്ടംപോലെ ഫാമിലീസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്നുണ്ട് ആൾക്കാരൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ട് കുഴപ്പമില്ല കണ്ടിരിക്കാന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു അഭിപ്രായം ഈ പടത്തിന് കിട്ടാം. പക്ഷെ ഈ പടത്തിന് വലിയ സ്കോപ്പ് ഉണ്ടായിരുന്നു, അവരത് വേണ്ടത്ര രീതിയിൽ വിനിയോഗിച്ചില്ല എന്നതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടു നോക്കുക. അപ്പൊ ഈ പടം കണ്ടിട്ട് നിങ്ങൾക്ക് എന്റെ അഭിപ്രായം തന്നെയാണെങ്കിൽ അത് ആണെങ്കിലോ അല്ലെങ്കിലും നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ തോന്നുന്നത് അത് നിങ്ങൾക്ക് എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.